CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിനു പുറമെ തന്ത്രി മറ്റൊരു ആചാരലംഘനം നടത്തിയതായി ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ആരോപിച്ചു. കൊലപാതകമയുള്ള തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അന്നദാന മണ്ഡപത്തിൽ വിളക്കു കത്തിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. പൊന്നാനി ബിയത്തെ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 3.5 കിലോ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ 3 പേർ പോലീസ് പിടിയിൽ. പാടനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ സുഹൈൽ, പൊന്നാനി സ്വദേശി നാസർ, പാലക്കാട് കാവശ്ശേരി സ്വദേശി മനോജ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിനു സമീപം മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന ബോട്ട് തെങ്ങിൻ കുറ്റിയിലിടിച്ച് മുങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടം. ബോട്ടിലുണ്ടായിരുന്ന 7 മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടു. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിക്കാനൊരുങ്ങി ഭക്ഷ്യവിതരണ വകുപ്പ്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനാണ് ധാരണ. കുടുംബസമേതം സിനിമ കാണാനെത്തിയയാളെ തിയേറ്ററിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേച്ചേരിയിലെ സവിത തിയേറ്ററിൽ കുടുംബത്തോടൊപ്പം സിനിമ കാണാനെത്തിയ പെരുമണ്ണ് ഒടാട്ടിൽ വീട്ടിൽ ശശികുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPM കുന്നംകുളം ഏരിയ സമ്മേളനം ഡിസംബർ 16, 17, 18 തീയതികളിൽ കേച്ചേരിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂരിൽ ബസ്സിനു പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. പെരുമ്പിലാവ് കഴുങ്ങിൽ 53 വയസ്സുള്ള അബ്ദുൾ നാസറിനാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. CSI കൊച്ചിൻ ഭദ്രാസനത്തിനു കീഴിൽ തൃശൂർ മേഖല വിമൻസ് ഫെലോഷിപ്പ് കരോൾ ഫെസ്റ്റ് ശനിയാഴ്ച കുന്നംകുളം സെന്റ് പോൾസ് ദേവാലയത്തിൽ നടക്കും. CPMന്റെ സമുന്നത നേതാവും മത്സ്യത്തൊഴിലാളി നേതാവുമായിരുന്ന K. അഹമ്മദിന്റെ 20ാം ചരമവാർഷിക ദിനം തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കളത്തൂർ നിർമ്മല സദനിൽ സന്ദർശനം നടത്തി. ആളൂർ സെന്റ് ജോസഫ്സ് LP സ്കൂളിൽ സായുധ സേനാ ദിനാചരണം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക TL റീന ഉദ്ഘാടനം ചെയ്തു. മറ്റം വാഗ റോഡിൽ വാഹനയാത്രികർക്ക് അപകട ഭീഷണി. റോഡിൽ നിറഞ്ഞ ചെളിയിൽ തെന്നി വാഹനങ്ങളുടെ നിയന്ത്രണം വിടുന്നത് പതിവാകുന്നു. കാവുക്കോട് MMA LP സ്കൂളിലെ ടർഫ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.